ഇത് പഴഞ്ചന പോകുമ്പോ മാലപ്പടകം പൊട്ടുന്ന പോലെ ഒച്ചയും പുകേന്റെ കാര്യം പറയും വേണ്ട മോളെ. പക്ഷെങ്കിൽ അത് നല്ലതാണ്. ഒരു 5 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചാല് ഈ വേങ്ങേരി പ്രദേശത്ത് ഒരൊറ്റ കൊതുകും ഉണ്ടാവും. ഇതിനെ കൊണ്ട് അങ്ങനെയെങ്കിലും പ്രയോജനം ഉണ്ടല്ലോ. അന്നെ കൊണ്ട് എന്ത് പ്രയോജനം? വണ്ടി മാറ്റി ആ ചീത്തപ്പേരും മാറും. ചീത്തപ്പേരുണ്ടാക്കാൻ എന്റെ എമ്മേറ്റ് എന്താ യമഹാന്റെ കൂടെ ഒളിച്ചോടി? പുതിയൊരു വണ്ടി എടുക്കാം, എക്സ്ചേഞ്ച് ഓഫർ ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ വണ്ടി കൊടുക്കുന്നു, പകരം ഒരു പുതിയ വണ്ടി നമുക്ക് തരുന്നു. അപ്പൊ കായ് കൊടുക്കണ്ടേ? കൊടുക്കണ്ട. പക്ഷെങ്കില് ബൈക്ക് കമ്പനിന്റെ ഓണർ നമ്മളെ മാമേ മൂത്തപ്പേരനായി. ശരി, എന്നാ നമുക്ക് അടുത്ത ദിവസം ബൈക്കിന്റെ പീടികയിൽ പോയി നോക്കുക. വിളിച്ച കമ്പനിക്കാർ പറഞ്ഞെത്തിയല്ലേ ഇവിടെ. എന്താ ഒരു പ്ലെയിനിലാ വരുന്നേ? ഈ അവസാനം പറഞ്ഞ 150 cc എന്ത് വില വരൂ? ഓൺ ദ റോഡ് പ്രൈസ് ആണ് സർ. എന്ന് വെച്ചാല് ബൈക്ക് റോഡിൽ ഇറക്കുമ്പോ ആകുന്ന പൈസ. റോട്ടുമിൽ ഇറക്കാണ്ട പിന്നെ എങ്ങനെയാണ് ബൈക്ക് ഓടിക്കല്? കുട്ടികൾ കുടിക്കാൻ ചായയോ കാപ്പിയോ? നോ താങ്ക്സ്. നാരങ്ങ വെള്ളം കിട്ടുമോ? അല്ല, നാരങ്ങ ഇവിടെ ഇല്ല. എന്നാ ചായ മതി. അല്ല, ചായ ഇഷ്ടമല്ലാത്തതിനെ കൊണ്ടാണല്ലോ നിങ്ങൾ നാരങ്ങ വെള്ളം ചോദിച്ചേ. ഇനിയിപ്പോ നമ്മൾ എല്ലോ അറിഞ്ഞും കൊണ്ട് എങ്ങനെയാ നിങ്ങൾക്ക് ചായ തരിക? പച്ചവെള്ളം തരട്ടെ? വേണമെന്നില്ല. ഇങ്ങനെ തല പോഞ്ഞിരിക്കാണ്ട് വേഗം ഒരുങ്ങാൻ നോക്ക്. കല്യാണത്തിന് പോണേ നമുക്ക്. 2 മണിക്കൂറിനുള്ളിൽ ഞാൻ റെഡി. പഠിച്ചോനെ, ഒരുങ്ങാൻ 2 മണിക്കൂറോ? അതൊക്കെ വേണം. പെൺകുട്ടികളാവുമ്പോ ഒരു ഫംഗ്ഷന് ചെന്നാല് എല്ലാവരുടെയും അട്രാക്ഷൻ ഉണ്ടാവും. അപ്പൊ നല്ലോണം ഉടുത്തൊരുങ്ങി തന്നെ പോണം. വല്ലാണ്ട് അങ്ങനെ കെട്ടിച്ചമയണ്ടേ. ചില നേരത്തെ ഈ കെട്ടിച്ചമഞ്ഞ കണ്ടാലേ വയലിൽ നോക്കൂത്തി വെച്ച പോലെ ഉണ്ടാവും എന്നെ കാണാൻ. ആരും കണ്ണിട്ടാണ്ടിരിക്കാൻ ഉപ്പ കൂടെ പോന്നാ മതി. ചട്ടി തലയും നീണ്ട നാക്കുള്ള നോക്കുത്തീനെ പോലെ ഉണ്ടാവും ഉപ്പ. ഒന്ന് ബോഡി നിങ്ങൾ ജാർപ്പി എടുത്തീനോ? ജാർപ്പി കാണാനില്ല. ആ ഒരു കയ്യില് മുണ്ട് കൊടുത്ത് ഇതിലെങ്ങനെ ഇറങ്ങി പോണ്ടി. ഫ്രണ്ടിന്റെ പുരയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു പെണ്ണ് ഇറങ്ങിയിട്ട് നേരെ എത്ര ആയി? കൃത്യം 2 മണിക്കൂർ. ഞമ്മക്ക് കല്യാണത്തിന് പോകേണ്ട കാര്യം നിനക്ക് അറിഞ്ഞൂടാ? പോയി കുളിച്ചിട്ട് വാ. 2 ദിവസത്തേക്ക് ഞാൻ കുളിക്കുന്നില്ല. എന്തിനാ 2 ദിവസത്തേക്ക് ആക്കണേ? ഇനി ഇഞ്ച മോള് കുളിക്കേ മാണ്ടട്ടോ. അന്റെ ശീലം കണ്ടിട്ടല്ലേ 10 കുട്ടികൾ പഠിക്കുക. പാത്തുവോ, മണി 5 ആകാറായി. മണിയൻ ചാകാറായിക്കെങ്കിൽ ഇക്കെന്തേത്താണ് ഓന്റെ ആരെങ്കിലും? കയ്യിൽ നിന്ന് ഉപ്പാക്ക് പൈസ എടുക്കേണ്ട കാര്യം എന്താണ്? പൊരയിൽ ഉപ്പ മാത്രമേ ഉള്ളൂ. നിങ്ങളെ 2 തല തെറിച്ച കുട്ടികളില്ലേ? ഞങ്ങളെ തല തെറിച്ചിട്ടൊന്നുമില്ല, കരുത്ത് തന്നെ. മൂസബായ്, മൂസയില്ലേ? മൂപ്പരെപ്പോഴാ വന്നത്? മൂപ്പര് വന്നിട്ട് ഒരു 10-46 കൊല്ലായിട്ടുണ്ടാവും. അല്ല, നിങ്ങളിപ്പോ എന്തിനാ വന്നേ? അതല്ല, ജയിലിൽ നിന്ന് എപ്പോഴാ വന്നതെന്നാ ചോദിച്ചത്. ജയിലിന്നോ? മൂസക്കായി അല്ല, നിങ്ങൾ നമ്മൾ അറിയാണ്ട് എപ്പോഴാ ജയിലിൽ പോയത്? നമ്മള് ജയിലിൽ നിന്ന് ഇതുവരെ ഇറങ്ങിയില്ലല്ലോ. ഇപ്പോഴും ജയിലില്ല. ഇവിടുന്ന് നമുക്ക് പരോള് വരെ കിട്ടിയില്ല. എന്ത് പണി? ആടെ മീൻ വെക്കാനാ? ഒരുത്തന്റെ കയ്യും കാലും വെട്ടണം, പിന്നെ ഒരുത്തനെ നൈസായിട്ട് തട്ടണം. കൊതൂനി അടിച്ചാലേ ചോര കാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അടിക്കാത്ത മൂസക്കായി ഒരാളെ തട്ടാൻ പോണത്. നിങ്ങൾ ഇങ്ങനെ പേടിക്കില്ല. നിങ്ങളല്ല ഇതൊക്കെ ചെയ്യുന്നെന്ന് ഞമ്മക്കറിയൂലേ. നിങ്ങൾക്ക് അറിഞ്ഞോണ്ട് എന്താ കാര്യം? സുക്കൂറെ, നാട്ടുകാർക്ക് ഓനെ ശരിക്കും മനസ്സിലാത്തോളം കാലം നമ്മൾ പേടിക്കണ്ടേ? മൂസക്ക, നിങ്ങൾ എന്തിനാണ് പേടിക്കണേ? നിങ്ങളെ നാട്ടുകാർ മുഴുവൻ പേടിച്ചു കുത്തിരിക്കല്ലേ, പിന്നെ നിങ്ങൾ ഓല പേടിക്കേണ്ട കാര്യമുണ്ടോ? അതെ അളിയ, ഓരിങ്ങൾ ഒരു ചുക്കും ചെയ്യൂല. ഇന്ന് എന്റെ കൂടെ ഒന്ന് വരുവോ?
ഇന്ന് എനിക്ക് കുറച്ച് തിരക്കുണ്ട്. നാളെ ഞാൻ ഭയങ്കര ബിസിയാ. മറ്റന്നാളത്തെ കാര്യം പിന്നെ എനിക്ക് പറയാനേ പറ്റൂല. ആരാത്? അതോ പോലീസ്? മൂസനെ വിളിക്ക്. എന്തായിരുന്നു സാറേ? മൂസക്കായ്ക്ക് തീരെ സുഖമില്ല. എന്താ താത്ത? എന്താ താത്ത? ഇനിയിപ്പോ എന്താ ചെയ്യത്താത്ത? അത് തന്നെയാണ് നമ്മൾ ആലോചിക്കണേ. ഓ, ഒരു കാര്യം ചെയ്യ്, തൽക്കാലം ഈ പുറത്ത് പോയിട്ട് കുറച്ച് അരി സാമാനങ്ങൾ മീനും ഒക്കെ വാങ്ങിക്കൊണ്ടുവരും. ഞമ്മക്ക് തിന്നിട്ട് ആലോചിക്കാം.